നമസ്കാരം. ഞാൻ സിനിമാ വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മമ്മൂക്കയുടെ ടർബോയുടെ ട്രെയിലർ കണ്ട് കുരു പൊട്ടിയ ചില മഹാന്മാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടു. അവരോടുള്ള മറുപടി കൂടെയാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് ചക്രവർത്തിയാണ്. മലയാള സിനിമയുടെ ചക്രവർത്തി, ഇന്ത്യൻ സിനിമയുടെ മുടിചൂടാ മന്നൻ, വേഷപ്പകർച്ചയുടെ സുൽത്താൻ. ഈ പേരുകളൊന്നും തന്നെ മമ്മൂക്ക ഒരു സുപ്രഭാതത്തിൽ നേടിയതല്ല. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ആദ്യ ചിത്രം മുതൽ ഇപ്പോഴിതാ 2024 ടെർബോ വരേക്കും നീണ്ട 53 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും നേടിയെടുത്തതാണ്. ഒന്നും കാണാതെ മമ്മൂക്ക ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യില്ല. സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിലെ മികവ് തന്നെയാണ് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെ വ്യത്യസ്തനാക്കി ഇന്നും നിലനിർത്തുന്നത്. അത് അദ്ദേഹം ചെയ്ത വേഷങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ചെറിയ കാര്യം പറയട്ടെ, കുറച്ചു കാലം മുമ്പേത്തെ ഒരു സംഭവമാണ്. പക്ഷേ ആ ലെവലിലേക്ക് ഇന്ന് മമ്മൂക്ക എത്തി എന്നതുകൊണ്ട് മാത്രമാണ് ആ കഥ പറയുന്നത്. നടൻ സുകുമാരൻ മമ്മൂക്കയെക്കുറിച്ച് മുൻപൊരിക്കൽ ഒരു പ്രവചനം നടത്തിയിരുന്നു. അത് കൃത്യമായിട്ട് ഇന്ന് ഫലിച്ചു. മമ്മൂക്ക സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാലം, നായക വേഷങ്ങളിലേക്ക് ചുവട് വെച്ചു വരുന്ന ഒരു കാലം. ആ സമയത്ത് മമ്മൂക്കയെ തേടിയെത്തിയ ആദ്യ നായക വേഷം സ്ഫോടനം എന്ന ചിത്രത്തിൽ ഉപനായകനായി സുകുമാരൻ്റെ കൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കെ KG ജോർജിൻ്റെ യവനികയിലേക്ക് നായകനായി മമ്മൂക്കയെ നിശ്ചയിച്ചു എന്ന് എക്സിക്യൂട്ടീവ് മമ്മൂക്കയോട് സംസാരിച്ചു. ഈ സമയത്ത് മമ്മൂക്ക പറഞ്ഞത്, എനിക്കതിൻ്റെ കഥ കേൾക്കണമെന്നാണ്. ഇത് കേട്ട സെറ്റിൽ പലരും പറഞ്ഞു, അഹങ്കാരിയാണ്, നല്ലൊരവസരം കിട്ടിയിട്ട് കഥ കേൾക്കണം പോലും, കയറി അഭിനയിച്ചാൽ പോരെ, നല്ലൊരവസരം നഷ്ടപ്പെടുത്തണോ എന്ന്. ഇത് കേട്ട സുകുമാരൻ പറഞ്ഞത് മറ്റൊന്നാണ്. അദ്ദേഹം ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവുമുള്ള ആളാണ്. മലയാള സിനിമയുടെ അത്യുന്നതങ്ങളിൽ അദ്ദേഹം എത്തുമെന്ന്. അതിപ്പോൾ പുലർന്നിരിക്കുന്നു, നമ്മൾ കാണുന്നു അല്ലേ? മലയാള സിനിമയുടെ രാജകീയ പദവിയിൽ വിഹരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മമ്മൂക്ക. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഥ സെലക്ട് ചെയ്യുന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കഥ ഉൾപ്പെടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിനാണെങ്കിലും ഏതിനും മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടേതായ കൃത്യമായ സ്റ്റൈലുണ്ട്, കൃത്യമായ ശൈലിയുണ്ട്. അതുകൊണ്ട് ടർബോയുടെ ട്രെയിലർ കണ്ട് നിങ്ങളാരും കുരുപൊട്ടണ്ട. ടർബോ ജോസ് അതൊരൊന്നൊന്നര വരവ് തന്നെയായിരിക്കും. ടർബോ ജോസ് മമ്മൂക്ക ചിത്രങ്ങളെ നിരന്തരം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരോടും മമ്മൂക്കയുടെ വീട്ടിലുള്ളവരെ അടക്കം തെറി പറയാൻ ശ്രമിക്കുന്നവരോടും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല, മല്ലയ്യ തന്നെ പറയും, എന്നാലേ ശരിയാവൂ. ഇനി എന്നോട് കളിക്ക വന്നാ നിന്നെ വെട്ടി വെടി പീസാക്കും. ഗൊത്തിൽവാ ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. ഓക്കെ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരേക്കും നന്ദി, നമസ്കാരം, ജയ്.